السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട അദ്കിയ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, അദ്കിയ ക്ലാസ് 20 നാം ഇതുവരെയും ശരീഅത്തിനെ കുറിച്ചും ത്വരീഖത്തിനെ കുറിച്ചും ഹഖീഖത്തിനെ കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ പിന്നീട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവൻ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അതിലേക്ക് വരാം. فعليه تزيين لظاهره الجلي بشريعة لينور قلب مجتلى وتزول عنه ظلمة كي يمكنا لطريقة في قلبه أن تنزلا. فعليه, അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവനിക്ക് നിർബന്ധമാണ് തസിയീനുൻ, അവൻ അലങ്കരിക്കൽ, ലിളാഹിരിഹിൽ ജലി, അവൻ്റെ പ്രത്യക്ഷമായ ബാഹ്യഭാഗങ്ങളെ, ബിശരീഅത്തിൻ, ശരീഅത്താകുന്ന ആ നിയമങ്ങൾ പാലിച്ച് ജീവിക്കൽ കൊണ്ട്. ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് ഉപകാരം? ലിയനൂറ ഖൽബുൻ, അവൻ്റെ ഹൃദയം പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനത്തെ ഹൃദയമാണ്? മുജ്തല, അല്ലാഹുവാകുന്ന രക്ഷിതാവിൻ്റെ നോട്ടം പതിക്കുന്നത്, ദർശനം ഉണ്ടാകുന്നത് ആ കൽബിലേക്കാണ്. അങ്ങനത്തെ കൽബ് പ്രകാശപൂരിതമാകാൻ വേണ്ടി ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്നാണല്ലോ. അള്ളാഹുവിൻ്റെ നോട്ടം, അള്ളാഹുവിൻ്റെ ദർശനം എത്തുന്ന ആ കൽബ് പ്രകാശപൂരിതമാകാൻ വേണ്ടിയാണ്. വതസൂല, നീങ്ങിപ്പോകാൻ വേണ്ടിയും ആണ്. അൻഹു, അവനെ തൊട്ട്, ളുൽമത്തുൻ, പാപങ്ങളാകുന്ന ആ ഇരുള് നീങ്ങിപ്പോകാൻ വേണ്ടിയാണ്. ആ പാപമാകുന്ന ഇരുള് അവൻ്റെ കൽബിൽ നിന്നും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന എന്താണ്? കൈ യുംകിന, സൗകര്യമാകാൻ വേണ്ടി, ലി ത്വരീഖത്തിൻ, ത്വരീഖത്താകുന്ന ആ മഹത്തായ സ്ഥാനത്തേക്ക് അവനക്ക് കയറിപ്പോകൽ, ഫീ ഖൽബിഹി, അവൻ്റെ മനസ്സിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് ത്വരീഖത്ത് ഇറങ്ങി വരാൻ വേണ്ടി, അവതരിക്കാൻ വേണ്ടി, കൈ യുംകിന, സൗകര്യമാകാൻ വേണ്ടി, ത്വരീഖത്തിൻ, ത്വരീഖത്തിനിക്ക്, ഫീ ഖൽബി, അവൻ്റെ കൽബിലേക്ക്, അന്തഞ്ചില, ഇറങ്ങൽ സൗകര്യമാകാൻ വേണ്ടി, അവതരിക്കൽ സൗകര്യമാകാൻ വേണ്ടി. അതായത് ത്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തിൻ്റെ മേൽ നിലകൃതിയായ കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവൻ, ആ മാർഗം അവലംബിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവൻ, അവനക്ക് നിർബന്ധമാണ് അൻ യുസയ്യിന ളാഹിറഹു ബിഹ, ശരീഅത്ത് കൊണ്ട് അവൻ്റെ പ്രത്യക്ഷ ബാഹ്യഭാഗങ്ങളെ അവൻ ശരിപ്പെടുത്തൽ, നന്നാക്കൽ, മോടി പിടിപ്പിക്കൽ, ഭംഗിയാക്കൽ. അങ്ങനെ അവൻ ചെയ്യുമ്പോൾ ലിയതനവ്വറ ഖൽബുഹു ബിനൂരി ശരീഅത്തി, ശരീഅത്തിന്റെ പ്രകാശം കൊണ്ട് അവൻ്റെ കൽബ് പ്രകാശപൂരിതമാകും. വതസൂല അൻഹു ളുൽമത്തുൽ മആസി, ദോഷമാകുന്ന ഇരുള് അവനിൽ നിന്ന് നീങ്ങിപ്പോവുകയും ചെയ്യും. കാരണം ഫഇന്ന ലിൽ മഅസിയ്യത്തി ളുൽമത്തുൻ,
തെറ്റിനിക്ക് ഇരുളുണ്ട്. ആ ഇരുള് തർത്തഫിഉലൽ ഖൽബി, കൽബിലേക്ക് അത് പ്രസരിക്കും. ആ ഇരുള് കൽബിലേക്ക് പകരും. കമാ അന്നലി ത്വാഅത്തി നൂറൻ, തീർച്ചയായും സൽക്കർമ്മങ്ങൾക്ക് പ്രകാശമുണ്ട്. എങ്ങനത്തെ പ്രകാശമാണ്? യർതഫിഉ ഇലൈഹി, ആ പ്രകാശം കൽബിലേക്ക് പകരും, പ്രസരിക്കും. അപ്പോൾ തെറ്റിലേക്ക് ഇരുളും അതേ പ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾക്ക് പ്രകാശവുമുണ്ട്. അപ്പോൾ ദുൽമത്താകുന്ന ആ ദോഷങ്ങളെ അവന്റെ കൽബിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് അവൻ ശരീഅത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവന്റെ കൽബ്, ഇദാ തനവ്വറൽ ഖൽബു വസാനത്ത് ദുൽമത്തുഹു ബിസബബി ഇസ്തിഅമാലിഹി ശരീഅ, ശരീഅത്തിനെ പ്രവർത്തിച്ച കാരണം കൊണ്ട്, ആ ശരീഅത്ത് അംഗീകരിച്ച് ജീവിച്ച കാരണം കൊണ്ട് അവന്റെ കൽബ് പ്രകാശപൂരിതമാവുകയും കൽബിൽ നിന്ന് ഇരുളാകുന്ന ദോഷങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്താൽ തഅഹലൽ ഖൽബു, അവന്റെ കൽബ്, അവന്റെ ഹൃദയം ഇപ്പോൾ പാകപ്പെട്ടു പോയി. ലിഹുലൂലി ത്വരീഖത്തി ഫീഹി, ആ കൽബിലേക്ക് ത്വരീഖത്ത് ഇറങ്ങി വരാൻ അവനിക്ക് അവന്റെ കൽബ് പാകപ്പെട്ടു പോകും. ആ കൽബ് സൗകര്യമുള്ളതായി തീരും. അങ്ങനെ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചവനാകും. അപ്പോൾ ശരീഅത്ത് കൊണ്ട് ആ കൽബിൻ, ആ ഹൃദയഭാഗത്തിന്റെ, അവന്റെ ബാഹ്യഭാഗത്തെ നന്നാക്കൽ നിർബന്ധമാണ്. വീണ്ടും മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ നമ്മോട് പറയുകയാണ്, വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസിലാ. വലികുല്ലി വാഹിദിഹിം, ശൈഖന്മാരിൽ നിന്നുള്ള ഓരോ ശൈഖന്മാർക്കുമുണ്ട് ത്വരീഖത്തും മിൻ തുറുഖ്, അള്ളാഹുവിലേക്ക് ചെന്നെത്തിപ്പെടാനുള്ള ത്വരീഖത്തുകളിൽ നിന്നുള്ള, മാർഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ സ്വീകരിച്ചതായ ആളുകളാണ് ഓരോ ത്വരീഖത്തിന്റെയും മശായിഖന്മാർ. അങ്ങനെ ഈ മാർഗത്തിലൂടെ എന്തുണ്ടാകുന്നു? യഖ്താറു, ആ ഒരു മാർഗത്തെ അവർ തിരഞ്ഞെടുക്കുകയാണ്. ഏത് മാർഗം വേണമെന്ന് ഓരോ ഔലിയാക്കന്മാരും തീരുമാനിക്കുകയും ആ തീരുമാനപ്രകാരം ആ മാർഗം അവർ സ്വീകരിക്കുകയും, അങ്ങനെ ഫയകൂനു, ആ വ്യക്തി ആകും, ആ മാർഗം സ്വീകരിച്ച വ്യക്തിയാകും മിൻദ, ആ തെരഞ്ഞെടുത്ത ആ മാർഗത്തിലൂടെ വാസില, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നവരാകും. അഥവാ ത്വരീഖത്തിന്റെ മശായിഖന്മാർ സ്വീകരിച്ച ആ മാർഗത്തിലൂടെ അവർ ജനങ്ങളെ സന്മാർഗത്തിലേക്ക്, സന്മാർഗം കാട്ടിക്കൊടുത്തുകൊണ്ട് അവരെ നിയന്ത്രിച്ചുകൊണ്ട് ആ മഹാന്മാർ മുന്നേറും. അങ്ങനെ അവർ സ്വീകരിച്ച ആ വഴിയിലൂടെ അവർ അള്ളാഹുവിലേക്ക് എത്തിപ്പെടും. അതിന് ഉദാഹരണമായി കൊണ്ട് മഹാനവർകൾ പറയുകയാണ്, കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ വകകസറത്തിൽ ഔറാദി കസ്സൗമി സ്വലാ വകഖിദ്മത്തിൽ ലിന്നാസി വൽഹംലിൽ ഹതബ് ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതമവ്വലാ. ഓരോ ഔലിയാക്കന്മാരും സ്വീകരിച്ച വ്യത്യസ്ത റൂട്ടുകളെ സംബന്ധിച്ചാണ് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ നമ്മോട് പറയുന്നത്. അഥവാ കജുലൂസിഹി, ആ ശൈഖ് ഇരിക്കും പോലെ, ബൈനൽ അനാമി, ജനങ്ങൾക്കിടയിൽ, മുറബ്ബിയ, ആ ജനങ്ങൾക്ക് സന്മാർഗത്തിൽ സൽക്കർമ്മങ്ങളിൽ പരിശീലനം നൽകിക്കൊണ്ട്, വകകസറത്തിൽ ഔറാദി, നിത്യേന ചെയ്തു പോരുന്ന ദിക്ർ മുതലായ കാര്യങ്ങൾ അധികരിപ്പിക്കൽ കൊണ്ടും, അതുപോലെ കസൗമി, സുന്നത്തായ നോമ്പ് പോലെ,
വസ്സലാത്തി സുന്നത്തായ നിസ്കാരങ്ങൾ പോലെ ഇവകളൊക്കെ നിരന്തരമായി അവർ എടുക്കുകയും നിരന്തരമായി അള്ളാഹുവിലേക്ക് സാഷ്ടാംഗം ചെയ്യുന്നവരുമായിരിക്കും. അതേ പ്രകാരം തന്നെ വകഖിദ്മത്തിസ്സലാത്തി ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുക. ഞാനൊരു വലിയാണെന്ന് ജനങ്ങളെ അറിയിക്കാതെ ഒരു പാവപ്പെട്ടവനായിട്ട് ജനങ്ങളുടെ പ്രയാസം എപ്പോഴും സാന്ത്വന പ്രവർത്തനങ്ങളിലായിക്കൊണ്ട് മുന്നേറുന്നവർ, അതും ഔലിയാക്കന്മാരുടെ മാർഗമാണ്. സാന്ത്വനം. ഒക്കെ ഖിദ്മത്തിൽ ലിന്നാസി ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുക. വൽ ഹംലിൽ ഹതബ് കാടുകളിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് ആ വിറക് ചുമന്നു കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യും? ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതമവ്വല അങ്ങാടിയിൽ കൊണ്ടുപോയി അത് വിറ്റിട്ട് ആ വിറ്റ് കിട്ടിയ കാശ് ആ കാശ് പാവങ്ങളായ ആളുകൾക്ക് ധർമ്മം ചെയ്യുക. ഇതും ഔലിയാക്കന്മാരുടെ ഓരോ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഔലിയാക്കന്മാരുടെ മഹത്വം കൊണ്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.